ജൂബിലി വർഷത്തിൽ മാർപ്പാപ്പ പ്രഖ്യാപിച്ചിരിക്കുന്ന പൂർണ്ണ ദണ്ഡവിമോചനം പ്രാപിക്കുന്നതിനും കുടുംബങ്ങൾക്കും ദേശത്തിനും അനുഗ്രഹം പ്രാർത്ഥിച്ചുകൊണ്ടും ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിലിന്റെ നേതൃത്വത്തിൽ ചമ്പക്കുളം സെന്റ് മേരീസ് ബസിലിക്കയിൽ നിന്ന് പാറയിൽ മറിയം തീർത്ഥാടന കേന്ദ്രത്തിലേക്കുള്ള കുട്ടനാടൻ മേഖല അതിരൂപത ജൂബിലി തീർത്ഥാടനം നടന്നു. മനുഷ്യാവതാരത്തിന്റെ ജൂബിലി ആഘോഷിക്കുന്ന ഈ വേളയിൽ പരിശുദ്ധ പിതാവ് നമ്മളോട് എല്ലാവരോടും തീർത്ഥാടനം നടത്താനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. തീർത്ഥാടനം നമ്മുടെ വിശ്വാസത്തെ ആഴപ്പെടുത്തുന്ന ഒരു അനുഭവമാണ്. അതുകൊണ്ട് തന്നെ ചങ്ങനാശ്ശേരി അതിരൂപതയിൽ പാറയിൽ മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് നമ്മുടെ അതിരൂപതയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഡിസംബർ 1-ാം തീയതി മുതൽ ജനുവരി 5-ാം തീയതി വരെ തീർത്ഥാടനം നടത്തുന്നു. അവിടെ ജൂബിലി കവാടം സജ്ജീകരിച്ചിട്ടുണ്ട്. പ്രാർത്ഥനാപൂർവ്വം ത്യാഗപൂർവ്വം അവിടെ എത്തുന്നവർക്ക് ദണ്ഡവിമോചനം ലഭിക്കുന്നതാണ്. ഈ തീർത്ഥാടനത്തിൽ ആയിരക്കണക്കിന് ആൾക്കാർ പങ്കെടുക്കുന്നു എന്നുള്ളത് ഈ ജനത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ഒരു വലിയ സാക്ഷ്യമാണ്. അതുപോലെ തന്നെ ത്യാഗപൂർവ്വം ഈ ദിവസങ്ങളിലൊക്കെ നോമ്പെടുത്ത് 7 ദിവസമെങ്കിലും നോമ്പെടുത്ത് കാൽനടയായിട്ട് വരണമെന്നുള്ള ആ ഒരു ആഹ്വാനം സ്വീകരിച്ച് നമ്മുടെ ജനം ആത്മീയമായ ഒരുക്കത്തോടുകൂടി ഈ തീർത്ഥാടനം നടത്തുന്നു. നമ്മുടെ ഉള്ളിൽ വിശ്വാസമുണ്ടെങ്കിലും അത് പ്രകടിപ്പിക്കുമ്പോഴാണ് അത് കൂടുതൽ ശക്തമാണ്. പ്രകടിപ്പിക്കാത്ത വിശ്വാസം ചത്തതാണ് എന്ന് പറയുന്നത് പോലെ വിശ്വാസത്തിൻ്റെ ഒരു വലിയ പ്രകാശനമായിട്ട് മാറുകയാണ് ഈ തീർത്ഥാടനം. അത് നമ്മുടെ ജനത്തിൻ്റെ വിശ്വാസത്തെ ആഴപ്പെടുത്താനും പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനകൾ തേടിക്കൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ വലിയ രക്ഷാകരമായ അനുഭവം സ്വന്തമാക്കാനും എല്ലാം ഇടയാകും എന്ന് വിശ്വസിക്കുകയാണ്. പുലർച്ചെ 5-ന് ചമ്പക്കുളം സെന്റ് മേരീസ് ബസിലിക്കയിൽ നിന്ന് ആരംഭിച്ചു. ചമ്പക്കുളം, ആലപ്പുഴ, മുഹമ്മ, പുളിങ്കുന്ന്, എടത്വ ഫൊറോനകളുടെ നേതൃത്വത്തിൽ നടന്ന തീർത്ഥാടനത്തിൽ മെത്രാപ്പോലിത്തയോടൊപ്പം വികാരി ജനറാളന്മാർ, ഫൊറോന വികാരിമാർ, 77 പള്ളികളിലെ വികാരിമാർ, സന്യസ്തർ, മാതാപിതാക്കൾ, യുവജനങ്ങൾ, സൺഡേ സ്കൂൾ കുട്ടികൾ എന്നിവർ ജപമാലകൾ ഏന്തി പങ്കുചേർന്നു. എനിക്ക് 62 വയസ്സുണ്ട്. ഞാൻ ഇത്രയും നടക്കുമെന്ന് ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചിട്ടില്ല. എനിക്ക് എന്നെ മാതാവ് ഇത്രയും വരെ നടത്തിയത്, ചമ്പക്കുളത്തു നിന്ന് ഇത്രയും വരെ നടത്തിയത് ഒരു വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. ആദ്യമായിട്ടാണ് ഇത്രയും ദീർഘദൂരം ജപമാല ചൊല്ലിക്കൊണ്ട് ഒരു പ്രയാണത്തിൽ പങ്കുചേരുവാനായിട്ട് സാധിക്കുന്നത്. ഒരു നല്ല ആത്മീയ അനുഭൂതി ലഭിച്ച ഒരു പ്രതീതിയുണ്ട്. മാർ തോമസ് ശ്ലീഹ സ്ഥാപിച്ച 7 പള്ളികളിലൊന്നായ നിരണത്തിൻ്റെ കുരിശുപള്ളിയായിരുന്ന ചമ്പക്കുളം കല്ലൂർക്കാട് സെന്റ് മേരീസ് പള്ളി ചങ്ങനാശ്ശേരി അതിരൂപതയിലെ ആദ്യ പള്ളിയാണ്. അവിടെ നിന്നും ആരംഭിച്ച തീർത്ഥാടനം വിശ്വാസത്തിന്റെ പുത്തൻ ഉയർത്തെഴുന്നേൽപ്പ് വിളിച്ചോതി. ബസിലിക്കയിലെ അതിപുരാതന കൽക്കുരിശിൻ ചുവട്ടിൽ പ്രാർത്ഥിച്ചാണ് തീർത്ഥാടനം തുടങ്ങിയത്. ജൂബിലി സ്ലീവ വഹിച്ച് മാർ തോമസ് തറയിൽ മെത്രാപ്പോലിത്ത നയിച്ച തീർത്ഥാടനം പുലർച്ചെ 5-ന് ആരംഭിച്ചു. തീർത്ഥാടക സംഘം 11-ന് പാറയിൽ മറിയൻ തീർത്ഥാടന കേന്ദ്രത്തിലെത്തി. നമ്മുടെ കർത്താവിൻ്റെ മനുഷ്യാവതാര ജൂബിലിയുമായി ബന്ധപ്പെട്ട അഭിവന്ദ്യ തോമസ് തറയിൽ പിതാവ് നേതൃത്വം നൽകുന്ന ഈ വിശ്വാസ പ്രഖ്യാപന റാലിയിൽ അനേകം ആൾക്കാർ വളരെ ആവേശത്തോടും വിശ്വാസ തീഷ്ണതയോടും കൂടെ രാവിലെ തന്നെ ചമ്പക്കുളത്ത് നിന്ന് പാറേപ്പള്ളി മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് യാത്ര ചെയ്യുമ്പോൾ നമ്മളെല്ലാവരും സ്വർഗത്തെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്ന ഒരു തീർത്ഥാടന സമൂഹമാണെന്നുള്ള ബോധ്യം ജനങ്ങളിൽ വളർത്തുവാനായിട്ട് ഈ ഒരു തീർത്ഥാടനം ഈ ജൂബിലി വർഷത്തിൽ വളരെ സഹായകരമായിട്ട് മാറും. ടൈമയുടെ ഇപ്പോൾ വിശ്വാസ പ്രഖ്യാപന റാലി അത് വലിയൊരു അനുഗ്രഹമായിട്ട് മാറട്ടെ എന്ന് ഏറെ സ്നേഹത്തോട് പ്രാർത്ഥിക്കുന്നു. പാറയിൽ മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിലെത്തിയ ദൈവജനം ജൂബിലി കവാടം കടന്ന് പൂർണ്ണ ദണ്ഡവിമോചനം പ്രാപിച്ചു. 11:30-ന് ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിലെ മുഖ്യ കാർമ്മികത്വത്തിൽ വികാരി ജനറാൾമാരും ഫൊറോന വികാരിമാരും കുട്ടനാടൻ മേഖലയിലെ വൈദികരും ഒന്നു ചേർന്ന് ആഘോഷപൂർവ്വമായ വിശുദ്ധ കുർബാന അർപ്പിച്ചു. ഉച്ചയ്ക്ക് 1-ന് നേർച്ചക്കഞ്ഞി വിതരണം നടന്നു. തീർത്ഥാടനത്തിൽ കുട്ടനാടൻ മേഖലയിലെ മാതൃപിതൃ കുടുംബ കൂട്ടായ്മ ഭാരവാഹികൾ ഉൾപ്പെടുന്ന 501 വോളണ്ടിയേഴ്സ് പ്രാർത്ഥന ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി.